ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സിനിമകളിലും നായിക കഥാപാത്രങ്ങൾ ഒരുമിക്കാറുണ്ട്. വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ ഇവർ പരസ്പരം വേർപിരിയുന്നതായി കാണാറുള്ളൂ. എന്നാൽ ഇങ്ങനെ ഒന്നിക്കുന്ന ചിത്രങ്ങളാണെങ്കിലും അതല്ല ഒന്നിക്കാതെ പോകുന്ന ചിത്രങ്ങളാണെങ്കിലും ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഇവർ പരസ്പരം മനസ്സിലാക്കുന്നതായി കാണാറുണ്ട്. എന്നാൽ ചില ചിത്രങ്ങളിൽ അത് ഒരുമിക്കുന്ന ചിത്രങ്ങളാണെങ്കിലും ഇനി അതല്ല വേർപിരിയുന്ന ചിത്രങ്ങളാണെങ്കിൽ കൂടി ഇവർ പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നതായും കാണാറുണ്ട്. ചിലപ്പോൾ പരസ്പരം തിരിച്ചറിയാതെ പോകുന്നതായിട്ടോ അതല്ല എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റോടുകൂടി അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കാതെ പോകുന്നതായിട്ടോ എല്ലാം ചില ചിത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ മലയാളം തമിഴ് സിനിമകളിൽ എടുത്തു പറയത്തക്കവണ്ണമുള്ള ലീഡിംഗ് ക്യാരക്ടറുകൾ തമ്മിൽ പരസ്പരം അറിയാതെ പോവുകയോ പരസ്പരം ഷെയർ ചെയ്യാതെ പോവുകയോ ചെയ്തു വന്നിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചെല്ലാമാണ് ഇവിടെ പറയാനായി പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ ഇവിടേക്ക് കിടക്കാം. ഒന്നാമത്തേത് ഗോൾഡ്. പേര് പോലെ തന്നെ ഒരു ഗോൾഡൻ വിജയം നേടുമെന്ന് ഒരുപാട് ഹൈപ്പോട് കൂടി വന്ന് മുക്കുവണ്ടത്തിന്റെ വില പോലും ഇല്ലാതായി പോയ ഒരു അൽഫോൺസ് പുത്രൻ ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ ഒരു വമ്പൻ താരനിര തന്നെ ഉണ്ടെങ്കിലും പൃഥ്വിരാജും നയൻതാരയുമായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇതിൽ ജോഷി എന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രവും സുമംഗലി എന്ന നയൻതാരയുടെ കഥാപാത്രവും വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ടുപേരെയാണ് ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിലും ചിത്രത്തിന്റെ അവസാനത്തൊട്ടടുക്കുമ്പോൾ ഇവർ രണ്ടും വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്, ഒന്നിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ഒരു ഹാപ്പി എൻഡിങ് ആയിട്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നായകന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിൽ കാണിക്കുന്ന ഈ രണ്ട് കഥാപാത്രങ്ങളും ചിത്രം തീരുന്നിടം വരെ ഒരു സീനിൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 2 മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിനെ ആസ്പദമാക്കി 1990-ൽ അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് നിർമ്മാണവും നിർവഹിച്ച് പുറത്തുവന്ന ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു ബഷീർ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. ഈ ബഷീർ ജയിലിൽ വെച്ച് സ്നേഹിക്കുന്ന കഥാപാത്രമായിട്ടാണ് നാരായണി വരുന്നത്. എന്നാൽ ഈ നാരായണിയെ ഗോൾഡ് എന്ന സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ നാരായണിയും ബഷീറും പരസ്പരം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ നാരായണി എന്ന കഥാപാത്രത്തെ നേരിട്ട് നമ്മളെ പോലും കാണിക്കുന്നില്ല. പകരം KPSC ലളിതയുടെ ശബ്ദത്തിലൂടെയാണ് നാരായണിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഒരുപാട് പ്രണയിക്കുന്നുണ്ടെങ്കിലും പരസ്പരം കാണാതെ പോയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളായിരുന്നു ബഷീറും നാരായണിയും. 3 ഒരു യമണ്ണൻ പ്രേമകഥ. 2019-ൽ ദുൽഖർ സൽമാൻ നായകനായിട്ട് വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇത്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തിരക്കഥ എഴുതിയത് കൊണ്ട് തന്നെ അവരുടെ മുൻ ചിത്രങ്ങളെപ്പോലെ വമ്പൻ വിജയം നേടുമെന്ന് കരുതിയതാണെങ്കിലും ചിത്രം വമ്പൻ പരാജയമായി മാറുകയായിരുന്നു. ഒരുപക്ഷെ ദുൽഖർ സൽമാന്റെ ഫാൻസിന് പോലും ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരിക്കും ഇത്. ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ലല്ലു എന്നൊരു കഥാപാത്രത്തെയും ഈ ലല്ലുവിന് ലോകത്തുള്ള പെണ്ണുങ്ങളിലൊന്നും സ്പാർക്ക് കാണാൻ സാധിക്കാതെയും അതുകൊണ്ട് തന്നെ അവരെ ഒന്നും പ്രണയിക്കാൻ കഴിയാതെ വരികയും അവസാനം നിഖില വിമൽ അവതരിപ്പിച്ചിട്ടുള്ള ദിയ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തെ പത്രത്തിലെ ഫോട്ടോയിലൂടെ കണ്ടുകൊണ്ട് ദിയയെ പ്രേമിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ദിയയെ തേടി ലല്ലു ചെല്ലുന്നതിന് മുന്നേ തന്നെ ദിയ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാനായി കഴിയുന്നത്. സോ സിനിമയിൽ ഈ ദിയയും ലല്ലുവും തമ്മിൽ നേരിട്ട് കാണുന്ന ഒരു രംഗം പോലുമില്ല. സിനിമയുടെ ഏറ്റവും ഒടുവിൽ ഇവർ മുൻപ് ഒരു റോഡിൽ വെച്ച് പരസ്പരം കണ്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ സമയം പരസ്പരം നേരിട്ട് കാണുന്ന രീതിയിലല്ല, പാസ് ചെയ്തു പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് പോലെ പരസ്പരം മുഖം കാണാതെ പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. കൂടാതെ ലല്ലുവിന് ആകെ സ്പാർക്ക് കിട്ടിയിട്ടുള്ളത് തന്നിലാണെന്ന് ദിയ ഫ്രാൻസിസിന് അറിയാൻ കൂടി സാധിച്ചിട്ടുമില്ല. 4 ഡോൾഫിൻസ്. 2014-ൽ ദീപൻ സംവിധാനം ചെയ്ത് അനൂപ് മേനോൻ തിരക്കഥ എഴുതി പുറത്തു വന്ന ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിൽ സുരേഷ് ഗോപി, അനൂപ് മേനോൻ, മേഘ്ന രാജ്, കൽപ്പന തുടങ്ങിയവരെല്ലാമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇതിലെ സുരേഷ് ഗോപി അവതരിപ്പിച്ചിട്ടുള്ള സുരപാലൻ എന്ന കഥാപാത്രം മേഘ്ന രാജിന്റെ മൃദുല എന്ന കഥാപാത്രം ഒരു കുപ്പിയിലൂടെ ഒഴുക്കിവിടുന്ന ഒരു പേപ്പറിലൂടെ പ്രണയിക്കുകയും മൃദുല സുരപാലനെ കാണാനായിട്ട് നേരിട്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവസാനമുണ്ടാകുന്ന ചില ട്വിസ്റ്റുകളുടെ ഫലമായി സുരപാലന് മൃദുലയുടെ അടുത്തേക്ക് എത്താൻ കഴിയാതെ വരികയും മൃദുല ആ ബാറിലേക്ക് എത്തുന്ന സമയം അവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന നന്ദനെ കണ്ടുകൊണ്ട് താൻ അത്രയും നാളും കാത്തിരുന്നത് ഈ നന്ദനെയാണ് എന്നുള്ള രീതിയിൽ മൃദുല നന്ദനുമായി അടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ മൃദുല എന്ന കഥാപാത്രം തന്നെ വിളിച്ചതും താൻ തേടി വന്നതുമെല്ലാം സുരപാലൻ എന്ന കഥാപാത്രത്തെയാണെന്ന് തിരിച്ചറിയുന്നില്ല, പകരം അത് നന്ദനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. 5 സമ്മർ ഇൻ ബത്ലഹേം.
1998 സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ചിത്രമായിരുന്നു ഇത്. ജയറാം, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ തുടങ്ങിയവരെല്ലാമായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇതിൽ രവിശങ്കർ എന്ന ജയറാമിന്റെ കഥാപാത്രത്തെ ഒളിച്ചിരുന്നുകൊണ്ട് പൂച്ചയെ മറ്റും അയച്ച് പ്രണയിക്കുന്നത് ആ കസിൻസിൽ ആരാണ് എന്നത് ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞിട്ടുള്ള, മലയാളികളെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു സംശയമായിരിക്കും. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇതിനുള്ള ഉത്തരങ്ങളും മറ്റും കിട്ടിയെന്ന്, ചുരുളഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നതാണ്. എന്നിരുന്നാലും ഈ ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകനും അതിനോടൊപ്പം തന്നെ രവിശങ്കറിനും തന്നെ ഒളിച്ചിരുന്ന് പ്രണയിക്കുന്നത് ആരാണ് എന്ന കാര്യം അറിയില്ല എന്നതാണ് സത്യം. 6. മമ്മി ആൻഡ് മീ. ത്രില്ലർ സിനിമകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള ജീത്തു ജോസഫ് 2010 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള ചിത്രമായിരുന്നു മമ്മി ആൻഡ് മീ. ഇതിൽ അർച്ചന കവി അവതരിപ്പിച്ചിട്ടുള്ള ജുവൽ ജോസഫ് എന്ന കഥാപാത്രം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ അമീർ എന്നൊരു ചെറുപ്പക്കാരനുമായി ഫ്രണ്ട്ഷിപ്പ് ആവുകയും പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ ജുവലിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ലവ് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സിനിമയുടെ അവസാനത്തോട്ടടുക്കുമ്പോൾ ജുവലും കുടുംബവും അമീറിനെ തേടി വരുമ്പോഴാണ് അമീർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത അറിയാനായി സാധിക്കുന്നത്. എന്നാൽ സിനിമയുടെ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ അമീർ മരിച്ചിട്ടില്ലായിരുന്നുവെന്നും സുരേഷ് ഗോപിയാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നതെന്നും കാണിക്കുന്നത്. സോ അമീറിന് ജുവൽ ജോസഫിനെ അറിയാമായിരുന്നുവെങ്കിലും താൻ പ്രേമിക്കുന്ന അമീറിനെ ജുവൽ ജോസഫിന് ഒരിക്കലും അറിയാൻ സാധിച്ചിരുന്നില്ല എന്നാണ് സിനിമയിൽ കാണിക്കുന്നത്. 7. ഗജനി. AR മുരുകദോസ് സംവിധാനം ചെയ്ത് 2005 പുറത്തു വന്നിട്ടുള്ള ഈ ചിത്രമായിരിക്കും ഒരുപക്ഷെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിട്ടുള്ളത്. സാമ്പത്തികമായിട്ടില്ല, പകരം അഭിനയം കൊണ്ടും സൂര്യയ്ക്ക് ഒരുപാട് പ്രസിദ്ധി ആർജിച്ചു കൊടുത്ത ചിത്രമെന്ന നിലയിലും ഈ ചിത്രമായിരിക്കും സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ്. ചിത്രത്തിലെ സൂര്യ അവതരിപ്പിക്കുന്ന സഞ്ജയ് രാമസ്വാമി എന്ന കഥാപാത്രവും അസിന്റെ കൽപ്പന എന്ന കഥാപാത്രവുമായി ഒരുപാട് പ്രണയത്തിലാണ്. എന്നിരുന്നാലും താൻ ഒരുപാട് നാൾ കള്ളം പറഞ്ഞുകൊണ്ട് നടന്ന സഞ്ജയ് രാമസ്വാമി എന്ന ആ വമ്പൻ ബിസിനസ്മാൻ തന്റെ കൂടെ അത്രയും നാൾ ഉണ്ടായിരുന്നയാളാണ്, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ തന്നെയാണ് എന്നുള്ള സത്യം കൽപ്പന എന്ന പെൺകുട്ടിക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതിനു മുന്നേ തന്നെ അവൾ മരണപ്പെട്ടു പോവുകയാണ്. സോ താൻ ഒരുപാട് സ്നേഹിക്കുന്ന ആ പുരുഷൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നുള്ള സത്യം അറിയാതെയാണ് കൽപ്പന മരണപ്പെടുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ചിത്രമാണ് വിക്രം. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിട്ടുള്ള LCUവിലെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഇതിൽ ഫഹദ് അവതരിപ്പിച്ചിട്ടുള്ള അമർ എന്ന കഥാപാത്രവും ഗായത്രി എന്ന കഥാപാത്രവും തമ്മിൽ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഗായത്രിക്ക് താൻ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടുള്ള അമർ എന്ന ആൾ സത്യത്തിൽ ആരായിരുന്നുവെന്നും അയാൾക്ക് എന്താണ് ജോലിയെന്നും സന്താനത്തിന്റെ കൈകൊണ്ട് മരണപ്പെടുന്നിടം വരെ ഗായത്രിക്ക് അറിയുകയില്ല. 9. വെണ്ണില കബഡിക്കുഴു. 2009 സുസീന്ദ്രൻ സംവിധാനം ചെയ്ത് പുറത്തു വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇത്. വിഷ്ണു വിശാലും ശരണ്യ മോഹനുമായിരുന്നു ചിത്രത്തിൽ നായികനായകന്മാരായി വന്നിരുന്നത്. ഇതിൽ വിഷ്ണു വിശാൽ മാരിമുത്തു എന്നൊരു കഥാപാത്രത്തെയും ശരണ്യ മോഹൻ പേരില്ലാത്തൊരു കഥാപാത്രത്തെയുമാണ് അവതരിപ്പിച്ചിരുന്നത്. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും ഒരുപാട് പ്രണയിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉത്സവത്തിനിടയിൽ പ്രണയത്തിലാകുന്ന ഇവർ അടുത്ത ഉത്സവത്തിന് കാണാമെന്നുള്ള രീതിയിൽ പിരിയുകയും അടുത്ത ഉത്സവത്തിന് ശരണ്യ മോഹന്റെ കഥാപാത്രം തിരിച്ചെത്തുകയും എന്നാൽ വിഷ്ണു വിശാലിന്റെ കഥാപാത്രത്തെ അവിടെ എവിടെയും കാണാതെ തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനു ശേഷമാണ് വിഷ്ണു വിശാലിന്റെ മാരിമുത്തു എന്ന കഥാപാത്രം മരണപ്പെട്ടിരുന്നതായി നമ്മളെ കാണിക്കുന്നത്. സോ ശരണ്യ മോഹന്റെ ആ കഥാപാത്രം സിനിമ തീരുന്നിടം വരെ ഈ ഒരു സത്യം അറിയാതെയാണ് തിരിച്ചു പോകുന്നതായി കാണിക്കുന്നത്. 10. കാലാപാനി. വെണ്ണില കബഡിക്കുഴുവിന്റെ കാര്യം പറഞ്ഞതുപോലെ നായകൻ മരിച്ചതറിയാതെ നായകനെ കാത്തിരിക്കുന്നതായി കാണിക്കുന്ന മറ്റൊരു ചിത്രമായിരുന്നു കാലാപാനി. എന്നാൽ വെണ്ണില കബഡിക്കുഴുവിനെക്കാട്ടിലും ഈ ഒരു വിരഹത്തിന്റെ കാത്തിരിപ്പിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് കാലാപാനിയിലെ തബുവിന്റെ കഥാപാത്രത്തിന്റെ കാത്തിരിപ്പാണെന്ന് പറയാം. ഇതിൽ ഗോവർദ്ധൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രം ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും ഈ സത്യം അറിയാതെ പാർവതി എന്ന തബുവിന്റെ കഥാപാത്രം ചെറുപ്പം തൊട്ട് വാർദ്ധക്യമാകുന്നിടം വരെ റെയിൽവേ സ്റ്റേഷനിൽ ഗോവർദ്ധന്റെ വരവിനായി കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. 11. പ്രേമം. 2015 അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത് അൽഫോൺസ് പുത്രന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറിയിട്ടുള്ള ചിത്രമായിരുന്നു പ്രേമം. ചിത്രത്തിൽ സായ് പല്ലവി അവതരിപ്പിച്ചിട്ടുള്ള മലർന്ന കഥാപാത്രവും നിവിൻ പോളിയുടെ ജോർജ് എന്ന കഥാപാത്രവും തമ്മിൽ ഒരുപാട് പ്രേമിക്കുകയും എന്നാൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ മലറിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും ഓർമ്മ നഷ്ടപ്പെടുകയും അതിലൂടെ ജോർജിനെ തിരിച്ചറിയാതെ വരികയും പിന്നീട് തന്റെ മുറച്ചെറുക്കനെ മലർ വിവാഹം കഴിക്കുകയും ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോൾ ജോർജ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്നാൽ
എന്നാൽ ആ അവസരത്തിലാണ് മലറിന് മുറച്ചെറുക്കനെ വിവാഹം കഴിച്ചതിന് ശേഷം ഓർമ്മ തിരിച്ചു കിട്ടിയിരുന്നുവെന്നും ആ കാര്യം ജോർജിനെ അറിയിച്ച് അവനൊരു ജീവിതം ഉണ്ടാകുന്നത് തടയാതിരിക്കാൻ വേണ്ടിയാണ് അത് മറച്ചു വെച്ചതെന്നും കാണിക്കുന്നത്. സോ മലറിന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും മലറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ജോർജിന് ഈ സത്യങ്ങളൊന്നും ഇപ്പോഴറിയില്ല. മലറിന് ഓർമ്മ വന്ന കാര്യം അറിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. അവസാനത്തേത് ഇന്നലെ. പ്രേമം എന്ന ചിത്രത്തിന്റെ കാര്യം പോലെ തന്നെയാണ് ഇന്നലെയുടേതും. 1990-ൽ പത്മരാജനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ചിത്രത്തിൽ സുരേഷ് ഗോപി, ജയറാം, ശോഭന, ശ്രീവിദ്യ എന്നിവരെല്ലാമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇതിൽ ഡോക്ടർ നരേന്ദ്രൻ എന്ന സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടായിരുന്നു ശോഭന വന്നിരുന്നത്. എന്നാൽ ഒരു അപകടത്തിലൂടെ ഓർമ്മ നഷ്ടപ്പെടുന്ന ഈ ഒരു കഥാപാത്രം പിന്നീട് ജയറാമിന്റെ കൈകളിലെത്തുകയും ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ഇതിനിടയ്ക്ക് ശോഭനയെ തേടി ഒരുപാട് ആളുകൾ വരികയും എന്നാൽ തങ്ങൾ തേടി വന്ന ആളല്ല ശോഭനയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാം തിരിച്ചു പോവുകയും ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡോക്ടർ നരേന്ദ്രൻ എന്ന കഥാപാത്രം ശോഭനയെ തേടിയെത്തുകയും അത് തന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിയുകയും എന്നാൽ ശോഭനയുടെ കഥാപാത്രം തന്നെ തിരിച്ചറിയാത്തത് കൊണ്ട് ഡോക്ടർ നരേന്ദ്രൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ശോഭനയുടെയും ജയറാമിന്റെയും കഥാപാത്രങ്ങൾ ഒന്നിക്കുകയുമാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഇതുപോലെ നായകനും നായികയും തിരിച്ചറിയാതെ പോയിട്ടുള്ള, പരസ്പരം കാണാതെയോ അറിയാതെയോ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചറിയാതെയോ പോയിട്ടുള്ള ചിത്രങ്ങളും കഥാപാത്രങ്ങളുമായി എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.